ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് RBI 90 ക്യൂസ്. എന്നാണ് സ്വതന്ത്ര ഇന്ത്യയിൽ കേന്ദ്ര ധനകാര്യ മന്ത്രാലയം ഒറ്റ രൂപ നോട്ട് പുറത്തിറക്കിയത്? ഉത്തരം 1949 ഓഗസ്റ്റ് 12. അടുത്തിടെ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വജ്രം ഖനനം ചെയ്തത് എവിടെയാണ്? ഉത്തരം ബോട്സ്വാനയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വജ്രം ഖനനം ചെയ്തത്. 2024 ഡ്യൂറന്റ് കപ്പ് ജേതാക്കൾ ആരാണ്? ഉത്തരം നോർത്ത് ഈസ്റ്റ് ആണ് 2024 ഡ്യൂറന്റ് കപ്പ് ജേതാക്കൾ. ഇന്ത്യയുടെ പ്രഥമ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചത് എന്നാണ്? ഉത്തരം 1975 ആര്യഭട്ട വിക്ഷേപിച്ചത്. ഏത് കായിക താരത്തിന്റെ ആത്മകഥയുടെ പേരാണ് വിറ്റ്നസ്? ഉത്തരം സാക്ഷി മാലിക്കിന്റെ ആത്മകഥയുടെ പേരാണ് വിറ്റ്നസ്. കൊണ്ടു നടക്കാൻ സാധിക്കുന്ന ഉപഗ്രഹ ഇന്റർനെറ്റ് അവതരിപ്പിച്ച കമ്പനി ഏതാണ്? ഉത്തരം സ്പേസ് എക്സ് ആണ് കൊണ്ടു നടക്കാൻ സാധിക്കുന്ന ഉപഗ്രഹ ഇന്റർനെറ്റ് അവതരിപ്പിച്ച കമ്പനി. ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? ഉത്തരം സി രാജഗോപാലാചാരിയായിരുന്നു ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറൽ. ഇന്ത്യയേക്കാൾ കൂടുതൽ കറൻസി ഉപയോഗിക്കുന്ന രാജ്യം ഏതാണ്? ഉത്തരം ചൈനയാണ് ഇന്ത്യയേക്കാൾ കൂടുതൽ കറൻസി ഉപയോഗിക്കുന്ന രാജ്യം. ഇന്ത്യയിൽ ഇന്റർനെറ്റ് സംവിധാനം നിലവിൽ വന്നത് ഏതു വർഷമാണ്? ഉത്തരം 1995 ഇന്ത്യയിൽ ഇന്റർനെറ്റ് സംവിധാനം നിലവിൽ വന്നത്. ഇന്ത്യയിൽ നിയമദിനം ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം നവംബർ 26 ഇന്ത്യയിൽ നിയമദിനമായി ആചരിക്കുന്നത്. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ സമസ്ത മേഖലയും പറ്റി പഠിച്ച വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ്? ഉത്തരം കോത്താരി കമ്മീഷനാണ് ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ സമസ്ത മേഖലയും പറ്റി പഠിച്ച വിദ്യാഭ്യാസ കമ്മീഷൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഏതാണ്? ഉത്തരം ഇന്ത്യൻ റെയിൽവേ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം. 2024 കോപ്പ അമേരിക്കയുടെ ജേതാക്കൾ ആരാണ്? ഉത്തരം അർജന്റീനയാണ് 2024 കോപ്പ അമേരിക്കയുടെ ജേതാക്കൾ. ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സമ്മേളനം ഏതാണ്? ഉത്തരം മാരാമൺ കൺവെൻഷൻ ആണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സമ്മേളനം. ഈ വർഷത്തെ പാരീസ് ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടിയ പാകിസ്ഥാനി താരത്തിന്റെ പേരെന്താണ്? ഉത്തരം അർഷാദ് നദീമാണ് ജാവലിംഗ് ത്രോയിൽ സ്വർണം നേടിയ പാകിസ്ഥാനി താരം. ഏത് വർഷമാണ് മയിലിനെ ദേശീയ പക്ഷിയായി അംഗീകരിച്ചത്? ഉത്തരം 1964 മയിലിനെ ഇന്ത്യയുടെ ദേശീയ പക്ഷിയായി അംഗീകരിച്ചത്. ഇന്ത്യയിൽ എത്ര രൂപയുടെ കറൻസി നോട്ടിലാണ് ഗുജറാത്തിലെ റാണി കി വാവ് എന്ന ചിത്രം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം 100 രൂപയുടെ നോട്ടിലാണ് ഗുജറാത്തിലെ റാണി കി വാവ് എന്ന ചിത്രം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം മേജർ ധ്യാൻചന്ദ് ആണ് ഹോക്കി മാന്ത്രികൻ എന്ന പേരിൽ അറിയപ്പെടുന്ന കായിക താരം. ജൻ പോഷൻ കേന്ദ്രം എന്ന് കേന്ദ്ര സർക്കാർ പദ്ധതി പ്രകാരം പുതിയ പേര് നൽകുന്നത് എന്തിനാണ്? ഉത്തരം റേഷൻ കടകളുടെ പുതിയ പേരാണ് ജൻ പോഷൻ കേന്ദ്രമെന്ന്. ഇന്ത്യയിൽ എവിടെയാണ് ഗൂഗിളിന്റെ AI ലാബ് നിലവിൽ വരുന്നത്? ഉത്തരം ചെന്നൈയിലാണ് ഇന്ത്യയിൽ ഗൂഗിളിന്റെ AI ലാബ് നിലവിൽ വരുന്നത്. ഇന്ത്യയിൽ 1 രൂപയുടെ ഒഴിച്ച് മറ്റ് എല്ലാ കറൻസി നോട്ടുകളിലും ഒപ്പുവയ്ക്കുന്നത് ആരാണ്? ഉത്തരം റിസർവ് ബാങ്ക് ഗവർണറാണ് ഇന്ത്യയിൽ 1 രൂപയുടെ ഒഴിച്ച് മറ്റ് എല്ലാ കറൻസി നോട്ടുകളിലും ഒപ്പുവയ്ക്കുന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയ ജയിൽ ഏതാണ്? ഉത്തരം ഇന്ത്യയിലെ തീഹാർ ജയിലാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ജയിൽ. 1 രൂപയുടെ നോട്ടിൽ ഒപ്പുവയ്ക്കുന്നത് ആരാണ്? ഉത്തരം കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയാണ് 1 രൂപ നോട്ടിൽ ഒപ്പുവയ്ക്കുന്നത്. എന്നാണ് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത്? ഉത്തരം 1969 ജൂലൈ 21 മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത്.
2024 പാരീസ് ഒളിമ്പിക്സിൽ പുരുഷ ഹോക്കിയിൽ വെങ്കലം നേടിയത് ഏത് രാജ്യമാണ്? ഉത്തരം ഇന്ത്യയാണ് 2024 പാരീസ് ഒളിമ്പിക്സിൽ പുരുഷ ഹോക്കിയിൽ വെങ്കലം നേടിയത്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഏത് രാജ്യമാണ്? ഉത്തരം ദക്ഷിണാഫ്രിക്കയാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രാജ്യം. റാഫേൽ യുദ്ധവിമാനങ്ങളുടെ പൈലറ്റായ ആദ്യ ഇന്ത്യക്കാരി ആരാണ്? ഉത്തരം ശിവാംഗി സിംഗ് ആണ് റാഫേൽ യുദ്ധവിമാനങ്ങളുടെ പൈലറ്റായ ആദ്യ ഇന്ത്യക്കാരി. ഏത് ചിത്രത്തിലെ അഭിനയത്തിനാണ് ശ്രീപദിന് മികച്ച ബാലതാരത്തിനുള്ള 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത്? ഉത്തരം മാളികപ്പുറം എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് ശ്രീപദിന് അവാർഡ് ലഭിച്ചത്. പാരാ ഒളിമ്പിക്സിന്റെ എത്രാമത്തെ എഡിഷനാണ് പാരീസിൽ തുടക്കം കുറിച്ചത്? ഉത്തരം പാരാ ഒളിമ്പിക്സിന്റെ 17ാമത്തെ എഡിഷനാണ് പാരീസിൽ നടന്നത്. ഇന്ത്യൻ രൂപയ്ക്ക് ചിഹ്നം നൽകിയ വ്യക്തി ആരാണ്? ഉത്തരം ഡി ഉദയകുമാറാണ് ഇന്ത്യൻ രൂപയ്ക്ക് ചിഹ്നം നൽകിയ വ്യക്തി. വിങ്സ് ഓഫ് ഫയർ എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ഉത്തരം ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ കൃതിയാണ് വിങ്സ് ഓഫ് ഫയർ. മഹാത്മാഗാന്ധി ജനിച്ച വീട് ഇപ്പോൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഉത്തരം കീർത്തി മന്ദിർ എന്നാണ് മഹാത്മാഗാന്ധി ജനിച്ച വീട് ഇപ്പോൾ അറിയപ്പെടുന്നത്. എന്നാണ് പ്ലൂട്ടോയെ ഒരു ഗ്രഹമല്ല എന്ന് പ്രഖ്യാപിച്ചത്? ഉത്തരം 2006 ഓഗസ്റ്റ് 24-നാണ് പ്ലൂട്ടോയെ ഒരു ഗ്രഹമല്ല എന്ന് പ്രഖ്യാപിച്ചത്. ഗ്രഹങ്ങൾ തമ്മിലുള്ള അകലം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? ഉത്തരം ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ് ഗ്രഹങ്ങൾ തമ്മിലുള്ള അകലം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന യൂണിറ്റ്. സത്യം ശിവം സുന്ദരം എന്നത് ഏതിന്റെ ആപ്തവാക്യമാണ്? ഉത്തരം ദൂരദർശന്റെ ആപ്തവാക്യമാണ് സത്യം ശിവം സുന്ദരം എന്നത്. ഭൂട്ടാനും നേപ്പാളിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരം സിക്കിമാണ് ഭൂട്ടാനും നേപ്പാളിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം. ദേശീയ ഗണിതശാസ്ത്ര ദിനം എന്നാണ്? ഉത്തരം ഡിസംബർ 22-നാണ് ദേശീയ ഗണിതശാസ്ത്ര ദിനം. കൊങ്കൺ റെയിൽവേയെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ. ഏതൊക്കെ പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് കൊങ്കൺ റെയിൽവേ? ഉത്തരം മംഗലാപുരത്തെയും മുംബൈയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് കൊങ്കൺ റെയിൽവേ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.